ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് ബിരിയാണി ആയിട്ടാണ്. വെജിറ്റേറിയൻസിന് മസ്റ്റ് ട്രൈ ആണ്. വെജിറ്റേറിയൻസിന് മാത്രമല്ല, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആണ്. കാരണം ഇതിനകത്ത് എഗ്ഗ് വെച്ചും ചിക്കൻ വെച്ചും ബീഫ് വെച്ചും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് അതിൻ്റെ ബേസായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എൻ്റെ മക്കൾ പോലും ഫുൾ കഴിച്ച് തീർത്തു, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പം അത് ബിരിയാണിക്ക് വേണ്ടി നമുക്ക് കുറച്ച് മസാലാസ് വേണം. പെരുംജീരകം വേണം, സാജീരകം വേണം, പിന്നെ പട്ട വേണം, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, കസ്കസ്, അങ്ങനെ കുരുമുളക്, ഇതെല്ലാം അളവുകൾ ഞാൻ പറയാം. എല്ലാം അര ടീസ്പൂൺ വെച്ചിട്ട്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. ഇവിടെ പട്ടയും ജാതിക്കയും ഞാൻ ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കോലവും ജീരകവും പിന്നെ പെരുംജീരകം. ഈ ജീരകം എന്ന് ഉദ്ദേശിക്കുന്നത് പെരുംജീരകവും സാജീരകവുമാണ് കേട്ടോ. അത് പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ മസാലാസും കൂടി റോസ്റ്റ് ചെയ്ത് അത് തണുത്തിട്ട് ചെറിയ ജാറിൽ വെച്ച് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും അത് 2 ടേബിൾ സ്പൂൺ കാണും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് 4 പേർക്ക് കഴിക്കാനായിട്ട് എടുക്കുന്ന അളവ്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഞാനിവിടെ ഓരോന്ന് പറയുന്നത്, ഓരോ ആവശ്യ സാധനങ്ങൾ പറയുന്നത്. അപ്പം ഇരട്ടി ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് 8 പേർക്കാണെങ്കിൽ 4 ഗ്ലാസ് അരി 8 ഗ്ലാസ് വെള്ളം. അതുപോലെ സവാള ആയാലും എടുക്കുന്ന വെജിറ്റബിൾസ് ആയാലും അതുപോലെ ഇരട്ടി എടുക്കുക. അപ്പോൾ ചെറിയൊരു സവാള എടുത്ത് കുനുകുനാന്ന് അരിയണം. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടാണ്, നമ്മുടെ അലങ്കാരത്തിന് വേണ്ടി, നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ അല്ലേ. നമ്മളേത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിന് ഗാർണിഷ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ കഴിക്കാനുള്ള ഒരിത് ടേസ്റ്റ് വരുന്നത്. അതുപോലെ മസാല പൊടിച്ചെടുക്കുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, വീട് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എൻ്റെ മക്കളൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്, എന്താ അമ്മ ഭയങ്കര മണമാണല്ലോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ സവാളയെല്ലാം ഇതുപോലെ വിടർത്തി ഇടണം കേട്ടോ. തണുത്തതിന് ശേഷം എന്താ മസാലയെല്ലാം ഞാൻ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അതിനിടയിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വരും. അതിനകത്ത് നമുക്ക് എന്തൊക്കെ നട്ട്സാണോ നമ്മുടെ കയ്യിലുള്ളത്, ഇനിയിപ്പോൾ നട്ട്സൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത്, ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടാനുള്ള മാജിക്കുകളാണ് കേട്ടോ. ഇതൊന്നും ഈ ഗാർണിഷ് ചെയ്തില്ലെങ്കിലും നമുക്കിത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ള നട്ട്സ് എല്ലാം ഇട്ടിട്ട് നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കോരിയെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ഒരുപാട് കുടിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളത് കോരിയെടുക്കുമ്പോൾ ഒത്തിരി എണ്ണ അത് കുടിച്ചിട്ട് നമുക്കൊരു സുഖം കാണില്ല. അതുകൊണ്ട് നമ്മൾ ഇടുമ്പം മീഡിയം ഫ്ലെയിമിൽ ഇടണം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയാലും ചിക്കനെല്ലാം എന്ത് നമ്മൾ ഫ്രൈ ആയി ഇടുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്കായി തിരിച്ച് മറിച്ച് കുക്കായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് കോരിയെടുക്കണം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സവാളയൊക്കെ ചെറിയതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പോട്ടെ, ഞാനിപ്പം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയ സവാള 4 എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ, ക്യാരറ്റ്, ബീൻസ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത്, ഇപ്പോൾ ഗീയുടെ മണം അത്ര ഇഷ്ടമല്ലെങ്കിൽ എടുക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ അതെടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ബേ ലീഫ് ഇട്ട്, പിന്നെ ഏലക്ക ഇടും, പിന്നെ തക്കോലം ഇത്രയും ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും സവാള, ഇഞ്ചി, വെളുത്തുള്ളി,
പിന്നെ പച്ചമുളക് ഇത്രയും ചതച്ചത് അതിനകത്തിട്ട്, സവാള നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇത്രയും ഇട്ട് വലുതായിട്ട് അങ്ങനെ വഴറ്റി ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ക്യാരറ്റാണ് ആദ്യം ഇടുന്നത്. ഈ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. എല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് പോവും. അതുകൊണ്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ സോട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ്, ഏതൊക്കെ വെജിറ്റബിൾ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. കോളിഫ്ലവർ ചേർക്കാം, സോയ ചേർക്കാം. കോളിഫ്ലവറൊക്കെ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ അറിയാമല്ലോ, പുഴുക്കളെല്ലാം അറിയാമെന്നുള്ളതാണ്. പുഴുവെല്ലാം മാറാനായിട്ട് മഞ്ഞൾ ഉപ്പും കൂടിയിട്ട് തിളച്ച വെള്ളത്തിൽ സോക്ക് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നിങ്ങളുടെ എരിയുടെ ഇതനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് ഇളക്കുക. അതിൽ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഉള്ളി, ഗരം മസാല, നമ്മൾ പൊടിച്ച ബിരിയാണി മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു. അതായത് 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കുമ്പം പിന്നെ സവാള വഴറ്റിയ കൂട്ടത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് സോൾട്ടിന് 1 ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ടിട്ടാണ് ഞാൻ നോക്കിയത്. എന്നിട്ട് ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടു. അതായത് 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. പിങ്ക് സോൾട്ട് അത്രയും ഇട്ടാലും ഉപ്പിട്ട് ഇത് കാണുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ സോൾട്ടാണെങ്കിൽ ഇത്രയും 2 ടേബിൾ സ്പൂണൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തർ നമ്മളിപ്പം ഈ വെള്ളം തിളച്ചിട്ട് ഈ വെജിറ്റബിളിൻ്റെ ഈ സ്റ്റോക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ബിരിയാണിയിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് പിന്നെ നമ്മൾ അടിയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചോറ് വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഉപ്പിടുമ്പോൾ അവിടെ ഉപ്പ് ഇരിക്കും. അപ്പോൾ ഇതാ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ആ 2 ടേബിൾ സ്പൂൺ ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ അരിയുടെ കാര്യം നമ്മൾ അരി 20 മിനിറ്റ് എങ്കിലും സോക്ക് ചെയ്യണം. ഇനി 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ആ വെള്ളം അങ്ങ് കളയണം. എന്നിട്ട് നന്നായിട്ട് കഴുകി അരിച്ച് വെച്ചിട്ട് ചേർത്താലും മതി. കാരണം ഇതിനകത്ത് പശ ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ വെജിറ്റബിൾസിൻ്റെ കൂടിയിട്ട് ദം ചെയ്യുന്നതാണ്, അതുകൊണ്ട് പശ ഉണ്ടാവാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെക്കണത്. ഓക്കെ, അപ്പോൾ സമയമില്ലാത്തവർക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താലും മതി. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചൊരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അരി ഓരോരുത്തരുടെ അരിയുടെ വേവ് അനുസരിച്ച് ഇരിക്കും. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്കിത് വെന്തു, ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടെ അടച്ച് നന്നായിട്ടൊന്ന്, കാരണം മേളത്തെ അരി വേവത്തില്ലല്ലോ, അടിയിലത്തെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അടിയിലത്തെ അരി മേളിലാക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അരിയായിട്ട് തന്നെ ഇരിക്കും, പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. എന്നിട്ട് മല്ലിയില തൂക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഓണിയനും ഒക്കെ ഇട്ടിട്ട് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് മസ്റ്റ് ട്രൈ ആണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഒത്തിരി പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ശരിയാവാതെ ഞാൻ പിന്നെ ശരിയാവുന്ന വെച്ചാൽ കുറച്ച്
റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ രണ്ടാമത് ഞാൻ ഉണ്ടാക്കി. ഇതെനിക്ക് പോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം എനിക്കും ഇത് റെഫറൻസ് വേണം. ഞാൻ പിന്നെ മറന്നുപോയി കഴിഞ്ഞാൽ എനിക്കും ഇത് പിന്നും ഉണ്ടാക്കാൻ വേണ്ടി എനിക്കും കൂടി വേണ്ടി എൻ്റെ മക്കൾക്കും എല്ലാവർക്കും അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ്, ആരെയും ഇതൊന്നും വെച്ചുണ്ടാക്കിയതല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലെ എൻ്റെ പരീക്ഷണങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.